ഇറ്റ്സ് മിഹിറിനെ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു വലിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. രാവിലെ എണീറ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കിട്ടാം. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, എന്നാലും നമ്മൾ ഓരോ ദിവസം ഓരോരോ മൂഡായിരിക്കില്ല നമുക്ക്, അതിനനുസരിച്ചല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാം അല്ലേ. അപ്പം ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പണിയിട്ട് കാട്ടനൊക്കെ മാറ്റിയപ്പോൾ ഇത് ഫുള്ള് ഷെഡിയൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അമ്മ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് ഉണങ്ങാനുള്ള വഴിയല്ലേ നമ്മൾ നോക്കാം അല്ലേ. അങ്ങനെ രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എണീറ്റ് വന്നപ്പോൾ തന്നെ അമ്മേൻ്റെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ചോറ് മീൻ പൊരിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ഒരു 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ രാത്രി അധികം അങ്ങനെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഉറക്ക് വരുന്നത്, അതുകൊണ്ട് തന്നെ രാവിലെ ലേറ്റ് ആയിട്ടാണ് എണീക്കാറ് കേട്ടോ. അപ്പം എന്താ 10 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ പിടിക്കാനുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അത് തറവാട്ടിലെ ഏച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവൾ കർക്കിടത്തിൽ പൊടിയോ ലേഹമൊക്കെ കഴിക്കാൻ വേണ്ടി വരില്ലേ, അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ എനിക്കൊരു ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. ആ ഗുളികയൊക്കെ കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ കുടിക്കുന്ന വീഡിയോ മറന്നു പോയിട്ടുണ്ട്, ഒരു വീഡിയോ എടുക്കുന്ന കാര്യം. പിന്നെ ഇതാ ബദാം ലേഹം, അത് അച്ഛൻ കൊണ്ടു തന്നതാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് മേമ ഇതാ മഴ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം കണ്ടില്ല, ഞാൻ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ചിട്ട് കുറച്ച് പോസൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മയും മേമയും കൂടെ ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അക്ഷയയിലേക്ക്, മേമക്ക് എന്തൊക്കെ സാധനം വാങ്ങിക്കാനും പോകണമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പോയപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമയൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏതൊക്കെ ഞാൻ കണ്ട സിനിമയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ സമയം പോകേണ്ടതെന്ന് ചോദിച്ചിട്ട് അതൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഇത് വലിയ കാര്യത്തിൽ ലാപ്പിലെടുത്തിരിക്കുന്ന കണ്ടവർക്ക് എൻ്റെതാണ്, എൻ്റെ അല്ല കേട്ടോ, എൻ്റെ ആങ്ങളേൻ്റെതാണ്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മേനോട് ഞാൻ എന്തെങ്കിലും വാങ്ങി വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അങ്ങനെ അമ്മ എനിക്ക് എന്താ പറയുക, നല്ല മഴ. അപ്പം അമ്മ എനിക്ക് ഇതാ ചിക്കൻ റോളും സോസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. വേറെ എന്ത് പണി, ഇങ്ങനെ ഇരിക്കുക, കഴിക്കുക, കിടക്കുക, ഫോൺ കുത്തുക, ഇത് തന്നെ കേട്ടോ. ഒന്നാമതിപ്പോൾ മഴയല്ലേ, ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ കേട്ടോ. ഇതാ കണ്ടോ, നല്ല ശക്തിയായി തകൃതിയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയും കുത്തിരിക്കുക ഫോൺ കളിക്കുകയും ചെയ്തപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എന്തായാലും ഞാൻ ഇവിടെ ഇരിക്കുന്നതല്ലേ, ഈ ഉള്ളി ഇങ്ങ് മുറിച്ചിട്ട് തന്നെയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉള്ളി അമ്മ കഴുകി വൃത്തിയാക്കി അമ്മ തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു കേട്ടോ. ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തു കേട്ടോ ഞാൻ. പിന്നെന്താ, പിന്നെ ഏതാ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് സൗണ്ടിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സൗണ്ടിലാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാ ചോറ് തിന്നാണ് കേട്ടോ. എന്നെപ്പോലെ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ചോറ് തിന്നൽ കേട്ടോ. ഭയങ്കര മടിയാണ്. എനിക്ക് വേറെ എന്തെങ്കിലും ഇങ്ങനെ അല്ലറ ചില്ലറ സാധനം പെറുക്കി കഴിക്കാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബേക്കറിയോ മുട്ടായി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരുതി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചോറ് കഴിച്ചോ നമ്മ ഒരു 50 പ്രാവശ്യം പറഞ്ഞാലാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം എണീറ്റ് പോയി ചോറെടുത്ത് പ്ലേറ്റ് എടുത്ത് അങ്ങനെയൊക്കെ ഒരു കളിയാട്ടോ എനിക്ക്. വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. പിന്നെ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു കാല് കയറ്റി ഇങ്ങനെ വെച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് ശീലം ഉണ്ടാകുന്നതെന്ന് പറയട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കാല് കയറ്റി വെച്ച് ഫുഡ് കഴിക്കുന്നതിന് ഏട്ടനടിക്കുന്ന എപ്പോഴും ചീത്ത കേൾക്കുന്ന കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കിടക്കുകയൊക്കെ ചെയ്ത് അതിന് ശേഷം ഞാൻ വിചാരിച്ചെന്തായാലും കുളിക്കട്ടേന്ന് തലയൊക്കെ കെട്ടി വെച്ചിട്ടാണ് കേട്ടോ കുളിക്കാൻ പോയത്. പിന്നെ വിചാരിച്ച് എന്തായാലും തല കൂടി കുളിക്കാമെന്ന് വിചാരിച്ചു, കാരണം മഴ ആയതുകൊണ്ട് മഴ പിടിച്ചതാണ്. പിന്നെ വിചാരിച്ച് എന്തായാലും കുളിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. പിന്നെ മഞ്ഞ പുള്ളി കുപ്പായൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. വെറുതെ എന്തൊക്കെയോ എടുത്ത് കാണിച്ചു കൂട്ടുന്നുണ്ട്. അവിടെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭസ്മം ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് തൊട്ട് വെറുതെ ഒന്ന് വീട്ടിലിരിക്കുന്നല്ലേ ഒരാഗ്രഹം. കുറേ ആയില്ല ഇങ്ങനെ ഒരുങ്ങി പിടിച്ചിട്ട്, അങ്ങനെ ഒരാഗ്രഹം. അപ്പോഴപ്പോൾ നോക്കുമ്പോൾ അമ്മ ഇതാ പഴം പൊരിക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് പഴം പൊരിക്കുന്നുണ്ട്. ഞാനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി. പിന്നെ ഇതാ അമ്മ കടയിൽ പോയപ്പോൾ അമ്മ മഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മഞ്ച് 2 മഞ്ച് വാങ്ങിയാൽ 1 മഞ്ച് ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ബേക്കിലിതാ ഒരു സാധനം, എന്താണത്, അതാണ് എൻ്റെ ട്രൈപോഡ്. മറ്റേ റിങ്ങിങ് ലൈറ്റും ട്രൈപോഡൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അതുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു സമാധാനം. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ കാല് കയറ്റി ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏട്ടൻ വന്നപ്പോൾ ഇതാ ഞാൻ ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് കിടന്നു. പക്ഷേ ഏട്ടനെ അറിയാനും ഞാൻ അഭിനയിക്കുന്നതാണ്. അങ്ങനെ ഏട്ടൻ കുത്തിപ്പോൾ കിണിയിട്ട് കേട്ടോ.
ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക്, അത് കട്ട് ചെയ്തതാണ്. അങ്ങനെ ഏട്ടൻ എന്തെല്ലോ കാല് കുത്തിപ്പോയി എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഏട്ടൻ വന്ന് മേഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. മേഗി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള എന്താ പറയുക, ഞങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കിയ പഴംപൊരി ഉണ്ടായിരുന്നു കേട്ടോ, അതും ഏട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും മേഗിയൊക്കെ കഴിച്ച് ഏട്ടൻ പോയിട്ടോ. ഏട്ടൻ ഇന്നലെ എൻ്റെ വീട്ടിൽ, ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇപ്പം ഒരു രണ്ടാഴ്ചത്തോളമായിട്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കു വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡ്യൂട്ടിക്ക് പോയിട്ട് വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഏട്ടൻ കഴിക്കുമ്പോൾ ഞാനും അവിടെ പോയിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു, പഴംപൊരിയും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ കഴിക്കുമ്പോൾ മേഗി കുറച്ച് തന്നു. എനിക്ക് മേഗി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം, പക്ഷെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ മേഗി. അങ്ങനെ ഞാനും ഏട്ടനും ഇരുന്ന് കുറേ സമയം കഥയൊക്കെ പറഞ്ഞിട്ട്, എന്ത് കഥ പറയുന്ന, കുറേ കാലത്തിന് ശേഷം കാണുന്ന പോലെയാണ് കേട്ടോ. വർത്താനമൊക്കെ പറയുന്ന കേട്ടവരിക്കും കുറേ കാലമായി കണ്ടിട്ടിന്ന് എന്തൊക്കെയോ ആരാൻ്റെ കുറ്റവും കുറവും അപ്പുറത്ത് ഇപ്പുറത്ത് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ പറയണമെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. എഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, പോസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പോലും അറിയില്ല കേട്ടോ. അങ്ങനെ ഏട്ടൻ അതൊക്കെ ചായക്ക് കുടിച്ച് ഏട്ടൻ അങ്ങ് പോയിട്ടോ, ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി വാങ്ങിയിട്ട് ചൂടാക്കിയിട്ട് കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ അമ്മ ചൂടാക്കുന്ന നേരങ്ങളിൽ ഞാൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ മെയിൻ ഹോബിയാണല്ലോ, ഇങ്ങനെ കലകലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് എന്നെ എപ്പോഴും ചവയിൽ വെച്ചിരുന്നു കേട്ടോ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട്. ഇപ്പം എന്നാലും അതൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കറക്റ്റ് ഒരു 8 മണിയാകുമ്പോഴേക്കും നമ്മളെ വീട്ടിൽ കറണ്ട് പോകും കേട്ടോ. അപ്പോൾ അമ്മ നേരത്തെ ഫുഡ് കഴിച്ചോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും കറണ്ട് പോയി കേട്ടോ. നമ്മുടെ മണിമുത്ത് സീരിയൽ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് എപ്പോഴും കറണ്ട് പോയി. പിന്നെ കറണ്ട് വരുന്നത് നോക്കിയിരിക്കലായിട്ടോ. ഞാൻ സീരിയലൊന്നും കാണില്ല, പക്ഷേ ഈ ഒരു സീരിയൽ 2 മക്കളായി ഈ ഒരു സീരിയൽ കണ്ട് ശീലമായി പോയിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളതുകൊണ്ടാണ് കാണുന്നത്. പിന്നെ ഇത് അങ്ങനെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കറണ്ട് വന്ന് ഏട്ടൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ചിക്കു എന്നോട് ആണെന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഓനോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. അങ്ങനെ എന്താ പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പല്ല് തേക്കലാണ് കേട്ടോ. അപ്പോഴേക്കും കറണ്ട് പോയി. കറണ്ട് ഇപ്പോൾ മഴയായതുകൊണ്ടാണോ എന്നറിയില്ല, കറണ്ട് പോയും വന്നും കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അമ്മയും ചിക്കും ഏട്ടനൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവനൊരു പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അഭിപ്രായം ചോദിക്കും കേട്ടോ എല്ലാവരോടും കൂടി. അങ്ങനെ ഇതാ പിന്നെയും കറണ്ടൊക്കെ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ ടാറ്റ.